പിടിക്കാതെ നടന്നവരാ, സ്വതക്ക കൊടുക്കാതെ നടന്നവരാ, സക്കാത്ത് കൊടുക്കാതെ നടന്നവരാ, കള്ളിന്റെ പിന്നാലെ നടന്നവരാ, ഹറാമിന്റെ പിന്നാലെ നടന്നവരാ, കഞ്ചാവിന്റെ പിന്നാലെ നടന്നവരാ. ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാ. അല്ലാഹു പൊറുക്കുമോ, അല്ലാഹു പൊറുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരോട് പറയുകയാ, ഒരു കാലഘട്ടത്തില് പെണ്ണിന്റെ പിന്നാലെ കടന്നുപോയോ, ഹറാമിന്റെ പിന്നാലെ കടന്നുപോയാ, വ്യഭിചാരത്തിന്റെ പിന്നാലെ കടന്നുപോയാ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന രംഗം മനസ്സിലാക്കേണ്ടതാ. ഉമറെന്ന് പറഞ്ഞാല് ആരാ, ഉമറെന്ന് പറഞ്ഞാല് ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധനമായിട്ട് കടന്നു വരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരുമ്പോ ഖത്താബിന്റെ മകനാകുന്ന ഉമർ മക്കയുടെ തെരുവോരത്തിലേക്ക് കടന്നു വന്നിട്ട് ഖത്താബിന്റെ മകനാകുന്ന ഉമർ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ അവന്റെ തലയുണ്ടല്ലോ, ഈ ഉമറുണ്ടല്ലോ, അറുക്കുന്നതാ. അവസാനമതാ ഒരാൾ കടന്നു വരികയാ, ഉമറിനോട് പറയുകയാ, നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നുപോയല്ലോ, അതിനെന്താണ് മറുപടി ഉമറെ എന്ന് ചോദിക്കുമ്പോ ഉമറിന്റെ പ്രിയപ്പെട്ടവരെ ദേഷ്യപ്പെടുകയാ, ഊരിപ്പിടിച്ച വാളെടുക്കുകയാ, കുതിര പുറത്തേക്ക് കയറുകയാ, ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ ഖുർആനുണ്ടല്ലോ ഓതുകയാ, ത്വഹാ എന്ന് പറയുന്ന മനോഹരമാകുന്ന ആയത്തുകള് ഓതുമ്പോ ഉമറദാ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. ഉമറദാ ഫാത്തിമയെ അടിക്കുകയാ, ഫാത്തിമയെ ഇടിക്കുകയാ, ഫാത്തിമയെ തൊഴിക്കുകയാ, ഫാത്തിമയതാ കരയുകയാ, ഫാത്തിമയതാ നിലവിളിച്ചുകൊണ്ട് ഉമറിനോട് പറയുകയാ, വേദനിക്കുന്നു ഉമറേ, പേടിയാകുന്നു ഉമറേ, ശരീരത്തിൽ നിന്ന് ചോര വരുന്നു ഉമറേ, അടിക്കല്ലേ ഉമറേ, അടിക്കല്ലേ ഉമറേ, വേദനിക്കുന്നു ഉമറേ. ആ സമയത്തുണ്ടല്ലോ ഉമറദാ അടി നിർത്തുകയാണ്. എന്നിട്ടാ ഫാത്തിമയോട് പറയുകയാ, ഖുർആനുണ്ടല്ലോ കയ്യിലേക്ക് തരുമോ? ഫാത്തിമയതാ പറയുകയാ, ഇല്ല ഉമറേ, ശുദ്ധിയാകാതെ ഖുർആനുണ്ടല്ലോ കയ്യിലേക്ക് തരൂല ഉമറേ. ഉമറദാ കിണറ്റിന്റെ ചവിട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, പടച്ചവനെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുകയാ, എന്നിട്ടതാ തലയിലേക്ക് ഒഴിക്കുകയാ, ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു വരികയാ, ഫാത്തിമയോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എനിക്കാ ഖുർആനുണ്ടല്ലോ ഓതിത്തരുമോ, പാരായണം ചെയ്തു തരുമോ? ഫാത്തിമയാ ഖുർആൻ ഓതുമ്പോ ഉമറദാ കരയുകയാ, ഉമറദാ സങ്കടപ്പെടുകയാ, ഉമറദാ പറയുകയാ, റസൂലുള്ള എവിടെ, മുഹമ്മദ് എവിടെ, പ്രവാചകൻ എവിടെ? ഫാത്തിമയതാ പറഞ്ഞു കൊടുക്കുമ്പോ ഊരിപ്പിടിച്ച കടാര കൈകളിലേക്ക് എടുക്കുകയാ, എന്നിട്ടതാ കുതിരപ്പുറത്ത് കയറുകയാ. ഇലാ ഹദറത്ത് റസൂലില്ലാ, ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ഉമറദാ കടന്നു ചെല്ലുകയാ. സഹാബത്ത് പേടിക്കുകയാ, സഹാബത്ത് വിറങ്ങലിക്കുകയാ, സഹാബത്ത് പേടിച്ചു നിൽക്കുമ്പോ റസൂലുള്ളയുടെ ചാരത്തേക്കുണ്ടല്ലോ ഉമറദാ കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ വാനലോകത്തേക്ക് വാളതാ വലിച്ചെറിയുകയാ, എന്നിട്ടതാ പറയുകയാ, യാ റസൂലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആദരവാകുന്ന പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് ഉമറദാ പറയുകയാ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എനിക്കിന്ന് കള്ള് വേണ്ട നബിയേ, എനിക്കിന്ന് പെണ്ണ് വേണ്ട നബിയേ, എനിക്കിന്ന് ലഹരി വേണ്ട നബിയേ, എനിക്കിന്ന് ഹറാമു വേണ്ട നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഖത്താബിന്റെ മകനാകുന്നു ഉമറിന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അത്രയും നാള് ചെയ്തു കൂട്ടിയ പാപങ്ങള് അള്ളാഹു പുറത്തു കൊടുത്തെന്ന് പറയുമ്പോ നിറഞ്ഞിരിക്കുന്ന 10 ഏക്കറുകാരോട് പറയുകയാ, പ്രിയപ്പെട്ട ഭീമാപ്പള്ളിക്കാരോട് പറയുകയാ, എത്ര വലിയ അദാബുകൾ ചെയ്തോ, എത്ര വലിയ ഹറാമുകൾ ചെയ്തോ, എത്ര വലിയ തിന്മകൾ ചെയ്തോ,
ഈ മൈതാനത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ അറിയാതെ ചെയ്തു കൂട്ടിയ പാപമാണ് അല്ലാ, പൊറുക്കണേ അല്ലാ, പൊറുക്കണേ റബ്ബേ, നരകം തരല്ലേ അല്ലാ, സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യേണ്ടതാ. ഒരു മാറ്റത്തിന്റെ സദസ്സോ, ഒരു മാറ്റത്തിന്റെ സദസ്സോ, കൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് ഒരു ഈമാനിക ആവേശമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, കടന്നു വരേണ്ട സദസ്സാ. നാദാ ഇവിടെ ഇരിക്കുന്ന സാധുക്കളെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഉസ്താദേ ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയി ഉസ്താദേ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയി ഉസ്താദേ, അള്ളാഹു പൊറുത്തു നൽകുമോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ഉമർ തങ്ങൾ അത്രത്തോളം ഹറാമുകൾ ചെയ്ത് നടന്നിട്ട് പോലും ഉമർ തങ്ങൾക്ക് അള്ളാഹു പൊറുത്തു കൊടുത്തെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ സാക്ഷിയാക്കുമ്പോൾ നമ്മൾ അത്രത്തോളം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തെറ്റുകളെല്ലാം പൊറുപ്പിച്ചെടുത്ത് ഒരു ഈമാനിക ആവേശത്തോടെ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുത്തിട്ട് അൽഹംദുലില്ലാഹ് ഇറങ്ങാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നു വന്നിരുന്ന എന്തിനാ? ഇവിടെ ഈ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകര് ആവേശത്തോടെ അൽഹംദുലില്ലാഹ് ഈ പരിപാടിയുടെ പ്രചരണവുമായിട്ട് നടന്നത് എന്തിനാ? അവരെല്ലാവർക്കും ഒരു നെയ്യത്ത് മാത്രമാണ് ഉള്ളിൻ്റെ ഉള്ളറയിലുള്ളത്. നമുക്കറിയാം, നിങ്ങളുടെ ഈ 10 ഏക്കറിലും ഭീമാപ്പള്ളിയിലുമൊക്കെ അൽഹംദുലില്ലാഹ് വഅലിന്റെ സദസ്സ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ, നിങ്ങളെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ ഉറൂസ് നടക്കുമ്പോൾ ആവേശത്തോടെ ആ ഉറൂസിന് വേണ്ടി കടന്നു ചെല്ലുന്നത് എന്തിനാ? ഞാനും നിങ്ങളുമെല്ലാം, ഞാനിവിടെ വഅല് പറയുന്നതും നിങ്ങളിവിടെ വഅല് കേൾക്കുന്നതുമെല്ലാം ഒരേ ഒരു ലക്ഷ്യം വെച്ചിട്ടാ. ഇവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അൽഹംദുലില്ലാഹ് ഈ 10 ഏക്കർ മൈതാനത്ത് ഇവിടെ വഅലിന്റെ സദസ്സ് നടത്തുന്നത് ഒരേ ഒരു ലക്ഷ്യം വെച്ചിട്ടാ. എന്തിനാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പറയുകയാ, എന്തിനാണ് നിസ്കരിക്കുന്നതെന്നറിയോ? എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നതെന്നറിയോ? എന്തിനാണ് നന്മകൾ ചെയ്യുന്നതെന്നറിയോ? എല്ലാവരും അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നൊരു ദുആ കൊണ്ട്, അല്ലാഹുവേ സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. ഭീമാ പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദിന്റെ പ്രിയമുള്ളവരെ ബാങ്ക് കൊടുക്കുമ്പോ ആ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് നിസ്കരിക്കുന്നതെന്തിനാ? ഇബാദത്ത് ചെയ്യുന്നതെന്തിനാ? പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം കടന്നു വരുമ്പോ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഉണ്ടല്ലോ കൈകളിലേക്ക് എടുത്തിട്ട് ഇബാദത്ത് ചെയ്യുന്നതെന്തിനാ? സ്വർഗം തരണേ അല്ലാ, നരകം തരല്ലേ അല്ലാ. ഒരു പാവപ്പെട്ടവൻ എൻ്റെ പ്രിയമുള്ളവരെ കൈനീട്ടുമ്പോ, വെള്ളിയാഴ്ച ഭീമാ പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോ, പടച്ചവനെ ഒരു സാധുവായ സഹോദരൻ വന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടുമ്പോ എന്തിനാണ് എൻ്റെ പ്രിയമുള്ളവരെ സ്വതക്ക കൊടുക്കുന്നത്? സമസ്തയുടെ പാവപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ ഭീമാ പള്ളിയുടെ പരിസരത്തിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ബക്കറ്റുമായി കടന്നു വരുമ്പോ അതിലേക്ക് 1000 ഇട്ടവരെ, അതിലേക്ക് 500 ഇട്ടവരെ, അതിലേക്ക് 100 രൂപ ഇട്ടവരെ, അതിലേക്ക് 10 രൂപ ഇട്ടവരെ എന്തിനാണ് സ്വതക്ക കൊടുത്തതെന്നറിയോ? ആലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഈ കാണുന്ന 10 ഏക്കർ മൈതാനത്തേക്ക് വയലു പറയാൻ ഈ പാവപ്പെട്ടവൻ കടന്നു വന്നതെന്തിനാ? സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ.
എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നവരോട് പറയുകയാ, എന്നാൽ സ്വർഗമല്ല ചോദിക്കേണ്ടത് ചെറുപ്പക്കാരാ, ആ സ്വർഗത്തില് ഏറ്റവും വലിയ പദവിയുണ്ടല്ലോ എന്നെ പ്രിയപ്പെട്ട 10 ഏക്കറുകാരെ, ഞാനും നിങ്ങൾ ചോദിക്കേണ്ടതാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് മദീനയുടെ പള്ളിയിലേക്ക് കടന്നു വരികയാ. സഹാബത്തതാ കടന്നു വരികയാ. സഹാബത്തിനതാ ക്ലാസ് എടുക്കുകയാ. സഹാബത്തിനോട് നബിതങ്ങൾ പറയുകയാ, സഹാബാ നിങ്ങളുണ്ടല്ലോ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണോ, നരകത്തിനെ തൊട്ട് കാവല് തേടുന്നവരാണോ? സഹാബത്തതാ കരയുകയാ. സഹാബത്തതാ പറയുകയാ, യാ റസൂലല്ലാഹ് ഞങ്ങളുണ്ടല്ലോ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ് നബിയേ, ചെയ്യുന്നവരാണ് റസൂലേ. ആ സമയത്തതാ റസൂലുള്ള പറയുകയാ, പോര സഹാബാ, പോര സഹാബാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളുമുണ്ടല്ലോ ദുആ ചെയ്യേണ്ടതാ. സഹാബത്തതാ ചോദിക്കുകയാ, സ്വർഗത്തിലുമുണ്ടോ നബിയേ പദവികളുണ്ടോ നബിയേ, സ്വർഗത്തിലുമുണ്ടോ പദവികളുണ്ടോ നബിയേ? ആ സമയത്തുണ്ടല്ലോ റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉണ്ട് സഹാബാ, സ്വർഗത്തിന് പദവികളുണ്ട് സഹാബാ. ആ സമയത്തതാ സഹാബത്ത് ചോദിക്കുകയാ, ഏത് സ്വർഗമാണ് നബിയേ, ഏത് സ്വർഗമാണ് റസൂലേ? ഏറ്റവും വലിയ പദവിയുള്ള സ്വർഗമുണ്ടല്ലോ, ഏതാണ് നബിയേ? ആ സമയത്തതാ റസൂലുള്ള പറയുകയാ, സഹാബാ ഏത് സ്വർഗമെന്നറിയോ, ഏത് പദവിയുള്ള സ്വർഗമെന്നറിയോ? ഈ കാണുന്ന മൈതാനത്തിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങളതാ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ, നിങ്ങളതാ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ഏത് സ്വർഗത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്? റസൂലുള്ളാഹ് പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളുമുണ്ടല്ലോ ദുആ ചെയ്യേണ്ടതാ. ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ദുആ ചെയ്യേണ്ടതാ. വെറുമൊരു സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ. അല്ലാഹുവേ, പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് ഞാനും നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുന്നൊരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുവേ സ്വർഗം തരണേ അല്ലാ, നരകം തരല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരോട് പറയുകയാ, വെറും സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, ദുആ ചെയ്യുമ്പോ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ദുആ ചെയ്യേണ്ടതാ. സഹാബത്ത് ചോദിക്കുകയാ, ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രത്യേകത എന്താ, അതിന്റെ മഹത്വം എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളതാ പറയുകയാ, ഇന്ന ഫിൽ ജന്നതി മിഅതി ദറജാ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, സ്വർഗത്തിന് ഓരോ പദവികളുണ്ട് സഹാബോ, സ്വർഗത്തിന് ഓരോ പദവികളുണ്ട് സഹാബ. അതിലുണ്ടല്ലോ ഏറ്റവും മുന്തിയ സ്വർഗമാ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് റസൂലുള്ളാഹ് പറയുകയാ. എന്നിട്ടാ റസൂലുള്ളാഹ് പറയുകയാ, പടച്ചവനെ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ ദുആ ചെയ്തു. ആ സമയത്തതാ സ്വഹാബത്ത് ചോദിക്കുകയാ, നബിയേ ജന്നാത്തുൽ ഫിർദൗസില് ആരാണ് കടക്കുന്നത് നബിയേ, ആരാണ് ഉള്ളത് നബിയേ? ആ സമയത്തതാ റസൂലുള്ളാഹ് പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസിലുണ്ടല്ലോ പ്രവാചകന്മാര് കടക്കുന്നതാ, അമ്പിയാക്കള് കടക്കുന്നതാ, ഔലിയാക്കള് കടക്കുന്നതാ, സ്വാത്വികരാകുന്ന ഉലമാക്കള് കടക്കുന്നതാ, സ്വാത്വികരാകുന്ന ഉമറാക്കള് കടക്കുന്നതാ. സഹാബത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഞങ്ങളുണ്ടല്ലോ കടക്കുമോ നബിയേ, കടക്കുമോ റസൂലേ? ആ സമയത്തതാ റസൂലുള്ളാഹ് പറയുകയാ, എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്, എല്ലാവർക്കും സ്വർഗമെന്ന് പറയുന്ന പദവിയുണ്ട്. എന്നാൽ ഈ പറയുന്ന 3 കാര്യങ്ങള് ആരുടെ ഒരാളുടെ എങ്കിലും ജീവിതത്തിൽ കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് അവനതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ. നാദാ സൗഭാഗ്യം തരണേ
തരണേ അല്ലോ, കബൂലാക്കണ അല്ലോ. ഈ സദസ്സുകടിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, നീ അതാ കിടന്നുറങ്ങുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ കടന്നു വരികയാ. നിന്റെ റൂഹതാ പിടിക്കുകയാ. നീ അതാ കരയുകയാ, നീ അതാ വേദനിക്കുകയാ, നീ അതാ അട്ടഹസിക്കുകയാ, നീ അതാ പേടിക്കുകയാ, നീ അതാ സങ്കടപ്പെടുകയാ. കരഞ്ഞുകൊണ്ട് അസ്റായീലിനോട് പറയുകയാ, വേദനിക്കുന്ന അസ്റായീലേ, നൊമ്പരമാണ് അസ്റായീലേ, പേടിയാണ് അസ്റായീലേ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീലിനോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അസ്റായീൽ പറയുകയാ, 10 ഏക്കറിന്റെ വീടിന്റെ ഉള്ളറയിലേക്ക് അസ്റായീൽ കടന്നു വന്നിട്ട് അസ്റായീൽ റൂഹ് പിടിക്കുമ്പോ അസ്റായീൽ പറയുകയാ, വേദനിക്കടാ, അനുഭവിക്കടാ, സങ്കടപ്പെടടാ, നീ പേടിക്കണമടാ, ഹറാമുകൾ ചെയ്തവനല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീൽ റൂഹ് പിടിക്കുമല്ലോ. നീ അതാ മരിക്കുമല്ലോ, മയ്യത്ത് കൊണ്ട് ഖബറിൽ വെക്കുമല്ലോ, അവിടെ നിന്ന് പരലോകത്തിലേക്ക് കടന്നു വരുമല്ലോ. എന്നാൽ ആ പടച്ചവന്റെ പരലോകത്ത് നിന്ന് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കണമെങ്കിൽ റസൂലുള്ള പറയുകയാ, 3 ഗുണങ്ങളുണ്ടല്ലോ സഹാബാ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതാ. ആ ഗുണങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാ. പ്രിയമുള്ള ഭീമാ പള്ളിക്കാരോട് പറയുകയാ, തെറ്റുകൾ ചെയ്തവരാണോ, ഹറാമുകൾ ചെയ്തവരാണോ, തിന്മകൾ ചെയ്തവരാണോ, ഒരുപാട് തിന്മകളിലൂടെ ജീവിതമുണ്ടല്ലോ മുമ്പോട്ട് കൊണ്ടുപോയവരാണോ? എന്നാൽ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനുമുണ്ടല്ലോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തിട്ട്, അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാനുള്ള 3 ഗുണങ്ങൾ തരണേ അല്ലാ, തരണേ റബ്ബേ, തരണേ അല്ലോ. എല്ലാവരുടെ ആഗ്രഹം ഉസ്താദേ, സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഉസ്താദേ. പക്ഷേ ആ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമാകുന്ന പദവിയുള്ള ജന്നാത്തുൽ ഫിർദൗസിന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്ന് കൈവക്കിയപ്പോ, ചിലപ്പോൾ അരക്കയ്യന്മാരൊക്കെ പോകണമെന്നില്ല. അല്ലാഹു അങ്ങനെ മരിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ചില ആളുകൾ വിചാരിക്കും, ഉസ്താദേ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പച്ച അത്തറല്ലേ ഉസ്താദേ, ഏതാ ഒരു പച്ച അത്തറുണ്ട് ജന്നാത്തുൽ ഫിർദൗസ്, അത് കിട്ടാനാണെങ്കിൽ ഈ 3 ഗുണങ്ങളൊന്നും വേണ്ട ഉസ്താദേ. ഒരു 500 റുപ്യയായിട്ട് ഞങ്ങളുടെ ഭീമാപ്പള്ളിയിൽ ഏതെങ്കിലും ഒരു അത്തർ കടയിൽ ചെന്നിട്ട് ചോദിച്ചാൽ നിങ്ങളുടെ വകല് കൊണ്ടൊരു ഗുണമില്ല, ഞങ്ങൾക്ക് അവിടെ നിന്ന് സാധനം കിട്ടും ഉസ്താദേ. അതല്ല പറയണേ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന യഥാർത്ഥ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടെങ്കിൽ, ഈ പറയുന്ന 3 ഗുണങ്ങൾ അൽഹംദുലില്ലാ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. അല്ലേ, നിങ്ങൾ കുളിക്കുന്നവരാ, അല്ലേ, പല്ല് തേക്കണവരാ, പല്ല് തേക്കുമ്പോൾ കോൾഗേറ്റ് ഉപയോഗിക്കണവരുണ്ടാകും, ക്ലോസപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാകും, പെപ്സിഡൻ അങ്ങനെ ഒരു പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ടാകും, പിന്നെ സെൻസഡൈൻ അങ്ങനെ ഒരു പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ടാകും. എല്ലാത്തിനും ഓരോ ക്രമങ്ങളുണ്ട്. കുളിക്കുമ്പോൾ ലെക്സ് ഉപയോഗിക്കുന്നവരുണ്ടാകും, വിവർ ഉപയോഗിക്കുന്നവരുണ്ടാകും, സന്തൂറും റെക്സോണയും ഡെറ്റോൾ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകും. വണ്ടി ഓടിക്കുമ്പോൾ ഇന്നോവ ഓടിക്കുന്നവരുണ്ടാകും, നാനോ ഓടിക്കുന്നവരുണ്ടാകും, ബെൻസ് ഓടിക്കുന്നവരുണ്ടാകും. ഇനി നിങ്ങൾ കടലിൽ പോകുമ്പോൾ ചെറിയ വള്ളം ഓടിക്കുന്നവരുണ്ടാകും, വലിയ വള്ളം ഓടിക്കുന്നവർ. ഏതിനും ഓരോ പദവികളുണ്ട് എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിനും ഓരോ പദവികളുണ്ട്. ആ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമാകുന്ന പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ കടക്കുമോ നബിയെ? സഹാബത്താ ചോദിക്കണം, ഞങ്ങൾ കടക്കുമോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, സഹാബ എല്ലാവരും കടക്കും. സഹാബത്ത് സന്തോഷിച്ചു. നബി തങ്ങൾ പറഞ്ഞു, പക്ഷേ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ, ഈ 3 ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 10 ഏക്കർ ഇരിക്കണ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ നിങ്ങൾ നാളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം കടക്കല്ലേ, മരിക്കുമല്ലേ? എന്നാ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? മരിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, മരിക്കൂല എന്ന് ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് കൈവക്കിയപ്പോ, ഉസ്താദെ ഞാൻ മരിക്കൂല എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഇന്ന് കൈവക്കിയപ്പോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കാരണം എന്തേ?
കാരണം എന്തേ? ഭീമാപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ നമ്മുടെ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓടി നടന്ന പല ആളുകളും ഇന്ന് പള്ളിക്കാട്ടിൽ കിടക്കുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മഹലിൻ്റെ ഖബർസ്ഥാനിൽ കിടക്കണ സാധുക്കൾ റഹ്മാനെ, അവരുടെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ റഹ്മാനെ. അപ്പം ഞാൻ പറയാം, മരിക്കുമെന്ന് ഉറപ്പാ. എന്നാൽ മരണത്തിന് 3 അടയാളമുണ്ട്. ഒന്ന്, നിന്റെ ശരീരത്തിൻ്റെ രോമങ്ങൾ നരച്ചിട്ടുണ്ടെങ്കിൽ അത് മരണത്തിൻ്റെ 1ാമത്തെ അടയാളമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, നിന്റെ മുതുകു വളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരണത്തിൻ്റെ 2ാമത്തെ അടയാളമാണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. 3, നിരന്തരമാകുന്ന അസുഖങ്ങൾ നിനക്കുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതും മരണത്തിൻ്റെ 3ാമത്തെ അടയാളമാണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു. അപ്പം എന്തായാലും മരിക്കും. അപ്പോൾ അള്ളാഹു നല്ല മരണം അള്ളാഹു നൽകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് ഈ പറയുന്ന 3 കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് കടക്കാൻ കഴിയും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാ? ഒന്ന് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, മദീനത്തെ പള്ളിയിലേക്ക് റസൂലുള്ളാഹി കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് വേണോ, സ്വർഗം വേണോ, നരകത്തിൽ നിന്ന് കാവല് വേണോ? അതിനുള്ള 1ാമത്തെ മാർഗമുണ്ടല്ലോ. ഏതെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കുമ്പോ ആ നന്മ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു തിരുതി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഒരലച്ചയുണ്ടല്ലോ കടന്നു വന്നാൽ അൽഹംദുലില്ലാ നന്മ ചെയ്യാനും അനുസരിക്കുന്നവരാ വയലിനതാ ആശിക് ധാരിമി കടന്നു വന്നല്ലോ. ഇവിടെ അതാ അറിവുകൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് ജീവിതത്തിലേക്ക് ചെയ്യാൻ കൊതിക്കുന്നവനാ, ആഗ്രഹിക്കുന്നവനാ. അതുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് നല്ലത് പറയുമ്പോ, ഭീമാ പള്ളിയിൽ എന്നെ പ്രിയമുള്ളവരെ വയല് നടക്കുമ്പോ, വെള്ളിയാഴ്ച പ്രസംഗം നടക്കുമ്പോ, ഇതുപോലെ സമസ്തയുടെ വേദികൾ നടക്കുമ്പോ, ഇതുപോലെ അറിവുകൾ പറഞ്ഞു കൊടുക്കുമ്പോ, സമസ്തയുടെ പ്രിയപ്പെട്ട മക്കള് ഈ ഭീമാ പള്ളിയുടെ പരിസരത്ത് 10 ഏക്കറിന്റെ പരിസരത്ത് എന്റെ പ്രിയമുള്ളവരെ വയലിന്റെ സദസ്സ് നടത്തുമ്പോ അൽഹംദുലില്ലാ ഈ വയലിന്റെ സദസ്സില് അറിവുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുമ്പോ അൽഹംദുലില്ലാ അത് ജീവിതത്തിലേക്ക് പകർത്താൽ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൊതിക്കുന്നവരാരാ, അലച്ച കാണിക്കുന്നവരാരാ, തെറുതി കാണിക്കുന്നവരാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, അവനാണ് ജന്നാത്തുൽ ഫിർദൗസ്, അവനാണ് സ്വർഗമുള്ളത്, അവനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ പദവിയുള്ള സ്വർഗമെന്ന് പറയുമ്പോ നാദാ പഠിച്ച അറിവുകള് ജീവിതത്തിലേക്ക് പകർത്താൻ സൗഭാഗ്യം തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഒരു മനോഹരമാകുന്ന ചരിത്രം ഞാൻ പറയുകയാ, ജീവിതത്തിലേക്ക് പഠിക്കേണ്ട ചരിത്രമാ, ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന ചരിത്രമാ. പ്രിയപ്പെട്ട 10 ഏക്കറുകാരോട് പറയുകയാ, സിനിമാ നടന്റെ ചരിത്രം പഠിച്ചാൽ പോരാ, രാഷ്ട്രീയക്കാരുടെ ചരിത്രം പഠിച്ചാൽ പോരാ, നാട്ടുകാരുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ പോരാ, നീ പഠിക്കുന്ന ചരിത്രമാരുടേതാ? അതാദരവാകുന്ന പ്രവാചകന്റെ ചരിത്രമോ, അത് സഹാബത്തിന്റെ ചരിത്രമോ, അത് സ്വാത്വികരാകുന്ന ആലിമീങ്ങളുടെ ചരിത്രമാ, സമസ്തയുടെ പണ്ഡിതന്മാരുടെ നിഷ്കളങ്കമാകുന്ന ചരിത്രങ്ങൾ പഠിക്കേണ്ടതാ. നാദാ അതിനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചരിത്രമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാ. ഇബ്രാഹിം നബിക്കതാ 80 വയസ്സുണ്ടല്ലോ പൂർത്തിയാകുകയാ. ഇബ്രാഹിം നബി എന്ന് പറയുന്നതാരാ? ഇബ്രാഹിം നബി എന്ന് പറയുന്നത് പടച്ചവന്റെ ഭാഗത്ത് നിന്ന് ഒരു കൽപ്പന എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നാൽ അതുണ്ടല്ലോ ആ സമയത്ത് തന്നെ നിർവഹിക്കുന്ന മഹാനാ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
ഇബ്രാഹിം നബിക്ക് എന്റെ പ്രിയമുള്ളവരെ 80 വയസ്സാകുമ്പോ ഇബ്രാഹിം നബിക്ക് പടച്ച തമ്പുരാൻ അറിയിക്കുകയാ, സുന്നത്ത് കല്യാണമുണ്ടല്ലോ നടത്തേണ്ടതാ, മാർഗമുണ്ടല്ലോ നടത്തേണ്ടതാ. പടച്ചവനെ ഇബ്രാഹിം നബി ഉണ്ടല്ലോ ഈ കൽപ്പനയതാ കേൾക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ കയ്യിലിരിക്കുന്ന മഴുവുണ്ടല്ലോ എടുക്കുകയാ. എന്നിട്ട് ഇബ്രാഹിം നബി ഉണ്ടല്ലോ പടച്ചവനെ ഒറ്റയ്ക്കതാ സുന്നത്ത് കല്യാണമുണ്ടല്ലോ നടത്തുകയാ. പടച്ചവനെ ജിബ്രീലതാ കടന്നു വരികയാ. ജിബ്രീലുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ജിബ്രീൽ ഇങ്ങനെ കടന്നു വരുമ്പോ മഅദല്ലാ ഇബ്രാഹിം നബിയുടെ ശരീരമുണ്ടല്ലോ ചോരയിൽ ഇങ്ങനെ കുളിച്ചിരിക്കുകയാ. ഇബ്രാഹിം നബിയോട് ജിബ്രീൽ ചോദിക്കുകയാ, ഇബ്രാഹിം നബിയേ എന്തു പറ്റി നബിയേ, എന്ത് അബദ്ധമാണ് കാണിച്ചത് നബിയേ? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി പറയുകയാ, നിമിഷങ്ങൾക്ക് മുമ്പ് പടച്ച തമ്പുരാൻ ഒരറിയിപ്പ് തന്നതാണ്, സുന്നത്ത് കല്യാണം നടത്താൻ, മാർഗം നടത്താൻ കുറച്ചു മുമ്പ് പടച്ച തമ്പുരാൻ അറിയിച്ചതാണ്. അതറിയിച്ചപ്പോ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മഴുവുണ്ടല്ലോ എടുത്തുകൊണ്ട് അറുത്തതാ, എടുത്തുകൊണ്ട് ചെയ്തതാ. ആ സമയത്തതാ ജിബ്രീൽ ചോദിക്കുകയാ, ഇബ്രാഹിം നബിയേ എന്തൊരു അബദ്ധമാ, ചെയ്യാൻ അറിയൂലെങ്കിൽ ചെയ്യാൻ പാടില്ലോ, ക്ഷമിക്കണം നബിയേ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പറയുകയാ, ഇല്ല ജിബ്രീലേ, ക്ഷമിക്കാൻ സമയമില്ല ജിബ്രീലേ. ജിബ്രീലതാ ചോദിക്കുകയാ, എന്തുകൊണ്ടാ ക്ഷമിക്കാത്തത്, എന്തുകൊണ്ടാ? ആ സമയത്തതാ ജിബ്രീലിനോട് പറയുകയാ, ഇബ്രാഹിം നബി പറയുകയാ, പടച്ച തമ്പുരാനാ, ലോകത്തിന്റെ ഇസ്സത്താകുന്ന തമ്പുരാനോ, ഏകയിലാകുന്ന പടച്ച തമ്പുരാനോ ഇബ്രാഹിമിനോട് സുന്നത്ത് കല്യാണം ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്റെ മാർഗമുണ്ടല്ലോ താമസിപ്പിക്കൂല. അതാണ് ഇബ്രാഹിം നബി എന്ന് പറയുന്നത്. ഒരു നന്മയതാ പടച്ചവൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി ഉണ്ടല്ലോ അത് കേൾക്കുകയാ, അതനുസരിക്കുകയാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, മോനെ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് ഒരു കൽപ്പന വരുമ്പോ, ഒരറിയിപ്പ് വരുമ്പോ അതിലേക്ക് അൽഹംദുലില്ലാഹ് ഇഖ്ലാസോടെ ആദ്യമായി കടന്നു വരുന്നവരാരാ? നന്മകൾ ചെയ്യുന്നവരാരാ? തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ് ഒരു നന്മ കേൾക്കുമ്പോ അത് ജീവിതത്തിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നവരാരാ? അവരാണ് പെങ്ങളെ, അവരാണ് മോനെ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നു ഏറ്റവും വലിയ സ്വർഗം എന്റെ പ്രിയപ്പെട്ടവരെ ലഭിക്കുകയെന്ന് പറയുമ്പോ നിറഞ്ഞിരിക്കുന്ന 10 ഏക്കറുകാരെ ഈ വയലുകളിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവിടെ പഠിക്കുന്ന നന്മകളുണ്ടല്ലോ, അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ അവിടെ കേൾക്കുന്ന നന്മകളുണ്ടല്ലോ, മദ്രസയിലേക്ക് പഠിക്കാൻ പോകുമ്പോ അവിടെ കേൾക്കുന്ന നന്മകളുണ്ടല്ലോ, ഖുർആൻ ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ കേൾക്കുന്ന നന്മകളുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവനാണ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് റസൂലുള്ള പറയുകയാ. ഒരിക്കലതാ റസൂലുള്ളയുണ്ടല്ലോ ഉഹദിന്റെ രണാങ്കണത്തില് സഹാബത്തിന് എന്റെ പ്രിയമുള്ളവരെ തെരഞ്ഞെടുക്കുകയാ. ഉഹദിന്റെ രണാങ്കണത്തില് യുദ്ധത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ പങ്കെടുക്കാൻ റസൂലുള്ളയുണ്ടല്ലോ പടച്ചവനെ സഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാ. ആ സമയത്തതാ റസൂലുള്ള പറയുകയാ, ഒരു സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ അടിച്ചു വീശുന്നുണ്ട് സഹാബോ, സ്വർഗത്തിന്റെ സുഗന്ധമുണ്ടല്ലോ അടിച്ചു വീശുന്നുണ്ട് സഹാബ. ആ സമയത്ത് റസൂലുള്ള യഥാ ക്ലാസ് എടുക്കുമ്പോ ഉമൈർ ബിൻ ഹുമാം എന്ന് പറയുന്ന ഒരു മഹാനവറുകളുണ്ടല്ലോ ചിരിക്കുകയാ, സന്തോഷിക്കുകയാ. ഉടൻ തന്നെ റസൂലുള്ള ചോദിക്കുകയാ, എന്തിനാണ് മോനെ ചിരിക്കുന്നതെന്തിനാണ്, സന്തോഷിക്കുന്നത്
സൂക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ചോദിക്കുമ്പോ റസൂലുള്ളയോട് എന്റെ പ്രിയമുള്ളവരെ മറുപടി പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങുണ്ടല്ലോ സ്വർഗത്തിന്റെ സവിശേഷത പറയുമ്പോ, ആ സ്വർഗത്തിന്റെ പരിമളം വീശുന്നുവെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് അത് കേട്ടുകൊണ്ട് എന്റെ പുഞ്ചിരിയുണ്ടല്ലോ കടന്നു വരുന്നതാണ് നബിയേ. എനിക്കുണ്ടല്ലോ ഉഹദിന്റെ രണാങ്കണത്തില് പങ്കെടുക്കണം നബിയേ. എന്നിട്ടാ സ്വഹാബി പറയുകയാ, എനിക്ക് സമയമില്ല നബിയേ, ഉഹദിന്റെ രണാങ്കണത്തിൽ പങ്കെടുക്കണം നബിയേ. റസൂലുള്ള പറയുകയാ, ഒരു കാരക്ക തിന്നുന്ന സമയത്ത് പോലും ക്ഷമിക്കാൻ, ആ സമയത്ത് പോലും ക്ഷമിക്കാൻ ഈ സഹാബിയുണ്ടല്ലോ തയ്യാറല്ലോ, തയ്യാറ് അല്ല. അതുപോലെ നന്മകൾ കേൾക്കുമ്പോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ധൃതി കാണിക്കുന്നവരുണ്ടല്ലോ, അവരാണ് മോനെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് റസൂലുള്ള പറയുമ്പോ, അമലുകൾ ചെയ്യാൻ സൗഭാഗ്യം തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലോ, റാഹത്തിലാക്കണേ അല്ലോ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുണ്ടല്ലോ, ഫാത്തിമ ബീവി എന്ന് പറയുന്നതാരാ? റസൂലുള്ളയുടെ കരളിന്റെ കഷണമാ, ഹബീബിന്റെ കരളിന്റെ കഷണമാ, പ്രവാചകന്റെ കരളിന്റെ കഷണമാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് പടച്ചവനെ സുജൂദിൽ കിടക്കുമ്പോ ശത്രുക്കളതാ കടന്നു വരികയാ. റസൂലുള്ളയുടെ തലയിലെന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ കുടൽമാലയുണ്ടല്ലോ കൊണ്ടിടുകയാ. ആ സമയത്തതാ ഫാത്തിമ ബീവി കടന്നു വരികയാ. ഫാത്തിമ ബീവി കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പിതാവിന്റെ കഴുത്തിൽ കിടക്കുന്ന കുടൽമാലയുണ്ടല്ലോ പടച്ചവനെ എടുത്തു മാറ്റുകയാ. എന്നിട്ടതാ റസൂലുള്ളാഹിക്ക് സ്വാതന്ത്ര്യമാകുകയാ, ആനന്ദമാകുകയാ. ഈ പറഞ്ഞ ഫാത്തിമ ബീവിയുണ്ടല്ലോ, ഈ പറഞ്ഞ ഫാത്തിമ ബീവിയുണ്ടല്ലോ ഗർഭിണിയായ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലി തങ്ങളോട് പറയുകയാ, അലിയേ എനിക്കിച്ചിരി റുമ്മാന് പഴം കൊണ്ടു തരുമോ, എനിക്കിച്ചിരി പഴങ്ങൾ കൊണ്ട് തരുമോ, എനിക്കിച്ചിരി റുമ്മാന് പഴം തരുമോ? അലിയാര് തങ്ങള് ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാ. ചന്തയിലേക്ക് കടന്നു ചെന്നിട്ട് റുമ്മാന് പഴമുണ്ടല്ലോ വാങ്ങുകയാ. എന്നിട്ടതാ പ്രിയപ്പെട്ട പ്രിയതമയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ ഒരു വിഷന്ന വലന്ന വയറുമായിട്ട് ഒരു യാചകനുണ്ടല്ലോ അലി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. അലിയാര് തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. അലിയാര് തങ്ങളോട് പറയുകയാ, അലിയേ വിശക്കുന്നു അലിയേ, നൊമ്പരമാണ് അലിയേ, കയ്യിലിരിക്കുന്ന പഴമുണ്ടല്ലോ എനിക്ക് തരുമോ? ആ സമയത്ത് അലിയാര് തങ്ങൾ പറയുകയാ, ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക, എന്റെ ഭാര്യ ഗർഭിണിയാ, എന്റെ ഭാര്യയുടെ ആഗ്രഹത്തിന് മേടിച്ചതാ, ഇതുണ്ടല്ലോ തരാൻ കഴിയില്ല. ആ സമയത്ത് യാചകനതാ പറയുകയാ, ഈ കാണുന്ന ഭക്ഷണമുണ്ടല്ലോ എനിക്ക് തന്നാൽ അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു തരുന്നതാണ് അലിയേ. അലിയാര് തങ്ങൾ അത്ഭുതപ്പെടുകയാ, അലിയാര് തങ്ങൾ നെട്ടിത്തിരിക്കുകയാ. അലിയാര് തങ്ങളാ റുമ്മാന് പഴമെടുത്തിട്ട് കൈനീട്ടി യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുന്നു. റബ്ബേ, യാചകനുണ്ടല്ലോ കടന്നു പോകുകയാ. അലിയാര് തങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമയുണ്ടല്ലോ റുമ്മാന് പഴമുണ്ടല്ലോ കഴിക്കുകയാ. അലിയാര് തങ്ങള് പടച്ചവരെ കരഞ്ഞു പോകുകയാ. പാവപ്പെട്ട യാചകന് പടച്ചവനെ പ്രതിഫലമായിട്ട് പടച്ചവനെ ആ പഴങ്ങൾ കൊടുത്തപ്പോ അതിന്റെ മഹത്വമായിട്ട്, അതിന്റെ പ്രതിഫലമായിട്ട് എന്റെ വീട്ടിലേക്ക് പടച്ച തമ്പുരാൻ റുമ്മാന് പഴമുണ്ടല്ലോ തന്നല്ലോ അല്ലാ. യാചകനാ നന്മ
പറഞ്ഞപ്പോ, യാചകനാ പ്രതിഫലം പറഞ്ഞപ്പോ, അലിയാര് തങ്ങളുണ്ടല്ലോ, പടച്ചവനെ ഭക്ഷണമതാ കൊടുത്തെന്ന് പറയുമ്പോ നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, ഒരു നന്മ കേൾക്കുമ്പോ ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, മോനെ നിന്റെ ജീവിതമുണ്ടല്ലോ അത് ജന്നാത്തുൽ ഫിർദൗസിനാ, മോനെ ജന്നാത്തുൽ ഫിർദൗസിനാ. ഇത് സമസ്തയുടെ വേദിയാണല്ലോ, ഒരുപാട് സമ്പത്ത് ചെലവാക്കിയിട്ടുള്ള വേദിയാണല്ലോ, ഒരുപാട് പാവപ്പെട്ട ഉസ്താദന്മാര്, പാവപ്പെട്ട മുഅല്ലിമീങ്ങള് അൽഹംദുലില്ലാ അവരുടെ സമയമുണ്ടല്ലോ മുഴുവനീ വഅദിന് വേണ്ടി മാറ്റിവെച്ചവരാ. അതെന്തിനാണ് ചെറുപ്പക്കാരാ? ഒരു നന്മ നടത്താനാ, ഒരറിവ് പകർന്നു കൊടുക്കാനാ. ഇത് ശംസുൽ ഉലമയുടെ വേദിയാ, ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ വേദിയാ, ഇത് മഹാരഥന്മാരുടെ വേദിയാ, അവരുടെ പാഠമതാ പഠിക്കാനുള്ള വേദിയാ, ഇത് മിത്തബയിലെ ജബ്ബാർ ഉസ്താദിനെ പറ്റി പഠിക്കാനുള്ള വേദിയാ. നാദാ എത്രയോ ലക്ഷക്കണക്കാണ് രൂപയുണ്ടല്ലോ ഈ മനോഹരമാകുന്ന സദസ്സിന് വേണ്ടി ചെലവാക്കുന്നത്. എന്തിനാണ്? അല്ലാ നന്മയാണ് 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 റബ്ബേ. നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയാ, നിങ്ങൾ കൊടുക്കുന്ന ആയിരങ്ങളാ, നിങ്ങൾ കൊടുക്കുന്ന 500കളാ, നിങ്ങൾ കൊടുക്കുന്ന 10 രൂപകളാ, നിങ്ങൾ കൊടുക്കുന്ന സംഭാവനകളാ, ഈ നന്മയാകുന്ന സദസ് എന്റെ പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് പോകാൻ കാരണമെന്ന് ഈ പാവപ്പെട്ട പ്രവർത്തകർ പറയുമ്പോ അല്ലാഹുവേ കബൂലാക്കണ അല്ലാ. അതുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ വിഭാഗം അത് നന്മ ചെയ്യുന്നവരോ, നന്മ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഒരിക്കലതാ മദീനത്തെ പള്ളിയിലേക്ക് റസൂലുള്ള കടന്നു വരികയാ. റസൂലുള്ള കടന്നു വരുമ്പോ എല്ലാവരും അതാ റസൂലുള്ളയോട് സലാം പറയുകയാ. റസൂലുള്ളയതാ സഹാബത്തിനോട് പറയുകയാ, ദീനിനു വേണ്ടിയിട്ട് സമ്പത്ത് തരുന്നത് ആരാണ് സഹാബ? ആരാണ് സഹാബ? ആ സമയത്ത് ഉമർ തങ്ങൾ എണ്ണീക്കുകയാ, അബൂബക്കർ തങ്ങൾ എണ്ണീക്കുകയാ, ഉസ്മാൻ തങ്ങൾ എണ്ണീക്കുകയാ, സൽമാൻ തങ്ങൾ എണ്ണീക്കുകയാ. ആയിരക്കണക്കാണ് സഹാബത്തുകള് എന്റെ പ്രിയപ്പെട്ടവരെ എണ്ണീച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഉമർ തങ്ങളുടെ മനസ്സിലേക്ക് ഒരാഗ്രഹം ഇങ്ങനെ കടന്നു വരികയാ. റസൂലുള്ള സദക്ക ചോദിക്കുമ്പോ അബൂബക്കറാണല്ലോ ഏത് സമയത്തും സദക്ക കൊടുക്കുന്നതല്ല. ഈ പ്രാവശ്യം എന്റെ റസൂലുള്ളയുടെ കയ്യിലേക്ക് എന്റെ സദക്കയുണ്ടല്ലോ കൊടുക്കണമല്ല. ഉമറദാ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഉമറദാ സമ്പത്തെടുക്കുകയാ. എന്നിട്ടൊരു വിഹിതമുണ്ടല്ലോ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെൽക്കുകയാ. എന്നിട്ടതാ റസൂലുള്ളയുടെ ചാരത്ത് ചെല്ലുകയോ. ഉമറിന്റെ പ്രിയപ്പെട്ടവരെ സ്വതക്ക എടുത്തിട്ട് പടച്ചവരെ റസൂലുള്ളയുടെ കയ്യിൽ കൊടുക്കുമ്പോ അബൂബക്കറദാ കടന്നു വരികയാ. അബൂബക്കറിനോട് റസൂലുള്ള ചോദിക്കുകയാ, എന്താണ് കൊണ്ടുവന്നത്? എന്താണ് കൊണ്ടുവന്നത്? അബൂബക്കറുണ്ടല്ലോ സദക്കയുണ്ടല്ലോ റസൂലുള്ളയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ റസൂലുള്ള ചോദിക്കുകയാ, ഇനി എന്താണ് ഉള്ളത്? അബൂബക്കറെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയില് ഇനി എന്താണ് ഉള്ളത്? അബൂബക്കറെ അബൂബക്കർ തങ്ങൾ പറയുകയാ, വല്ലാഹി വല്ലാഹി എന്റെ വീട്ടില് അങ്ങല്ലാതെ വേറെയൊന്നുമില്ല. ഇനി ഒരു തുണ്ട് ഭൂമി പോലും ഒരു സ്വത്ത് പോലും എന്റെ കയ്യിലില്ല. അതെല്ലാം നന്മയ്ക്ക് വേണ്ടി ചെലവാക്കുകയാ എന്നതാ അബൂബക്കർ തങ്ങൾ പറയുമ്പോ നിറഞ്ഞിരിക്കുന്ന 10 ഏക്കറുകാരെ, നിറഞ്ഞിരിക്കുന്ന ഭീമാ പള്ളിക്കാരോട് പറയുകയാ, ആ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണോ? അതിനുള്ള ഒന്നാമത്തെ മാർഗമുണ്ടല്ലോ. റസൂലുള്ള പറയുകയാ, ആരെങ്കിലും ഒരാൾ നന്മ ചെയ്യാൻ ധൃതി കാണിച്ചാൽ, നന്മ ചെയ്യാൻ അലച്ച കാണിച്ചാൽ, നന്മ ചെയ്യാൻ ആർത്തി കാണിച്ചാൽ, അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് അവനാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ നന്മ ചെയ്യാൻ അലച്ച കാണിച്ചാൽ, അല്ലേ? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു, ഒരു അറിവ് പറഞ്ഞു കൊടുത്തു. ആ അറിവ് നാളെ രാവിലെ മുതൽ നിന്റെ ജീവിതത്തിലേക്ക് ചെയ്യാൻ
ഒരലച്ച കാണിച്ചാൽ അവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പൈസ കൊടുത്തിട്ടാ ഈ വഅദിൻ്റെ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കണേ, ലക്ഷങ്ങൾ കൊടുത്തിട്ടാ നമ്മൾ ഈ പരിപാടി എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ സംഘടിപ്പിക്കണേ. അതെല്ലാം നന്മയാകുന്ന പ്രവർത്തനമാണ്. അതിലേക്ക് ഒരു രൂപ നിങ്ങളിട്ടാൽ, അതിലേക്ക് ഒരു 10 രൂപയെങ്കിലും നിങ്ങളിട്ടാൽ, ഇനി പൈസ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിനെ കുറ്റം പറയാതെ ഇതിൻ്റെ കൂടെ നിന്നാൽ, ഒരു നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ കൂട്ടി നിന്നാൽ അൽഹംദുലില്ലാ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കണ ഒന്നാമത്തെ വിഭാഗം നിങ്ങളാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെ നന്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താ ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെ, ചെയ്യോ? ഒരു നന്മ പറഞ്ഞു തരട്ടെ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്നൊരു നന്മ പറഞ്ഞു തരട്ടെ, ചെയ്യോ? എന്നാ ചെയ്യുന്നവരെന്ന് കൈവക്കിയപ്പാ. ബക്കറ്റില്ലേ ഉസ്താദെ? എന്നാ ബക്കറ്റ് ഇട് ഇൻഷാ അല്ലാ, ബക്കറ്റ് ഇട്. അതിലേക്ക് ഇൻഷാ അല്ലാ ആ പൊക്കിയ കൈയെടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് 10 10, 20 20, ഇനി 50 50. ഇനി ഉസ്താദെ ഞങ്ങൾ ചെക്ക് കൊടുക്കത്തുള്ളൂ ഉസ്താദ്, എന്താണേലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാ ബക്കറ്റിലേക്ക് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നൊരു സ്വതക്ക ഇൻഷാ അല്ലാ എല്ലാവരും ആത്മാർത്ഥമായി കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇടുന്നവർക്കൊക്കെ അള്ളാഹു അതിൻ്റെ ഖൈറിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ഒറ്റ ബക്കറ്റുള്ള ഉസ്താദെ, സാഹിബേ ബക്കറ്റ്. ഇത് മൈതാനമായതുകൊണ്ട് ചിലപ്പോൾ കാണൂല, അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കും ചെല്ലുമ്പോൾ വോളണ്ടിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരുടെ മുമ്പിൽ എന്ത് ചെയ്യണം, ബക്കറ്റ് എത്തണം. നാളെ കടവായെന്ന് പറയരുത്, എല്ലാവരുടെ മുമ്പിൽ ചെല്ലണം ഇൻഷാ അല്ലാ. ചെറിയ കുട്ടികളടക്കം വലിയ ഉസ്താദന്മാർ വരെ ഉണ്ട്, എല്ലാവരും മുമ്പിൽ ചെല്ലണം ഇൻഷാ അല്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കും. പിന്നെ ഗ്യാലറി ഇരുന്ന് കളി കാണുന്നവരുണ്ടാവും അല്ലേ ഉസ്താദെ? ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരുണ്ടാവും, അപ്പുറത്ത് അവിടെ വീടിൻ്റെ ചുറ്റും ഇരുന്ന് കാണുന്നവരൊക്കെ ഉണ്ട്. എല്ലായിടത്തും ചെന്നിട്ട് ഇൻഷാ അല്ലാ ബക്കറ്റ് കൊണ്ടുവരണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നന്മയാകുന്ന പ്രവർത്തനമാണ് ഇൻഷാ അല്ലാ. അള്ളാഹു ആര് കൊടുത്താലും അവർക്ക് നീ ക്യാൻസർ കൊടുക്കല്ലേ റബ്ബേ, അവർക്ക് നീ ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ലേ റബ്ബേ. പടച്ചവനെ കടലിൽ പോയി ജോലി ചെയ്യുന്ന സാധുക്കളാണ് റഹ്മാനെ, അവർക്ക് നീ ഹലാലാകുന്ന മത്സ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് നീ അപകടങ്ങളും ദുരിതങ്ങളും കൊടുക്കല്ലേ റഹ്മാനെ. ഇൻഷാ അല്ലാ 2 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നന്മ പറഞ്ഞു തരാം. അപ്പോൾ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞു, ഒരു നന്മ കേട്ടാൽ ആ നന്മ ജീവിതത്തിൽ ചെയ്യുന്നവരാ. ഇപ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാ ബക്കറ്റിലേക്ക് പൈസ ഇടാൻ വേണ്ടി അൽഹംദുലില്ലാ അലച്ച കാണിക്കുന്നുണ്ട്, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഉസ്താദെ 50 ഇടണം ഉസ്താദെ, 20 ഇടണം ഉസ്താദെ, 10 ഇടണം ഉസ്താദെ എന്നിങ്ങനെ നിങ്ങൾ ധൃതി കാണിക്കുന്നുണ്ട്. അത് ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള ഒന്നാമത്തെ അടയാളമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു നന്മ, ഈ നന്മ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആർക്ക് പറഞ്ഞു കൊടുക്കണം? നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഈ പറയുന്ന നന്മയുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലേക്ക് പടച്ച തമ്പുരാൻ ബറക്കത്തുണ്ടല്ലോ തരുന്നതാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ചരിത്രമാ, പഠിക്കേണ്ട ചരിത്രമാ. നാദാ പഠിക്കാനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ, കബൂലാക്കണ അല്ലാ. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ ജീവിതമുണ്ടല്ലോ. അൽഹംദുലില്ലാ എന്തോരു മനോഹരമാ, എന്തോരു ആനന്ദമാ, എന്തോരു ആസ്വാദനമാ, എന്തോരു മനോഹരമാകുന്ന ജീവിതത്തിന്റെ ഉടമയാ. കൊതിക്കണം പെങ്ങളെ, ഫാത്തിമ ബീവിയുടെ അലിയാർ തങ്ങളുടെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാ. ഇന്ന് എത്രയോ പേരാ 1 കൊല്ലമായി ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് ത്വലാഖിലാ, വേദനയിലാ, കുടുംബ ജീവിതത്തില് സന്തോഷമില്ല. ഈ പറയുന്ന ദുആ എൻ്റെ പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക. കുടുംബ ജീവിതത്തിന് ബറക്കത്ത് വേണോ? കുടുംബ ജീവിതത്തിന് സന്തോഷം വേണോ? കുടുംബ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ
വരെ റാഹത്ത് വേണോ? ഉസ്താദേ, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്നതാ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരോട് പറയുകയാ, കുടുംബജീവിതത്തിന് ബറക്കത്ത് വേണോ? ഭർത്താവിന് സ്നേഹം വേണോ? ഭാര്യയ്ക്ക് സ്നേഹം വേണോ? മക്കൾക്ക് സ്നേഹം വേണോ? അതിനുള്ള ദുആ ഏതാ? അതിനുള്ള മാർഗമേതാ? എല്ലാവരും അതാ പറയുന്നൊരു കാര്യമാണ്, ഉസ്താദേ വീട്ടിലേക്ക് ചെല്ലാൻ സമാധാനമില്ല, ഭാര്യയുടെ മുഖം കാണുമ്പോ സമാധാനം ലഭിക്കുന്നില്ല ഉസ്താദേ. എത്രയോ പാവപ്പെട്ട സഹോദരിമാര് പറയുന്നതാണ്, ഉസ്താദേ എന്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നവനാ, എന്റെ ഭർത്താവ് ഹാൻസ് വെക്കുന്നവനാ, എന്റെ ഭർത്താവ് MDMA അടിക്കുന്നവനാ, എന്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നവനാ, എന്റെ ഭർത്താവ് വന്ന് എന്റെ ചാരത്ത് വന്ന് കിടക്കുമ്പോ എനിക്കിഷ്ടമല്ല, എനിക്ക് പേടിയാ എന്നതാ കരഞ്ഞുകൊണ്ട് പറയുന്നവരോട് പറയുകയാ, ഫാത്തിമ ബീവിയുടെ അലിയാര് തങ്ങളുടെ കുടുംബ ജീവിതം പോലെ ജീവിതം വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? റാഹത്തുള്ള ജീവിതം വേണോ? അല്ലാഹുവേ അതിനുള്ള ദുആ ഏതാ? ദുആ ഏതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ഖുർആനില് ഒരു മനോഹരമാകുന്ന ഒരായത്തിന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാ ഓതിയാൽ അവന്റെ ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, അല്ലാഹു സന്തോഷം നൽകുന്നതാ. 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന, ഒരുപാട് അഹ്കാമുകളുള്ള, ഒരുപാട് അഖ്ബാറുകളുള്ള, ഒരുപാട് ചരിത്രങ്ങളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ. ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അതാ ബറക്കത്തുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. എഴുതിയെടുക്കാൻ പറ്റുന്നവരെന്റെ പ്രിയമുള്ളവരെ എഴുതിയെടുക്കുക. കാണാപ്പാടം പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക. ലൈവിലൂടെ കേൾക്കാൻ അങ്ങനെ പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക. ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കാൻ കഴിയുന്നവര് അങ്ങനെ അതാ പഠിച്ചുകൊള്ളുക. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, ഏതാണ് ദുആ എന്നറിയോ? ഏതാണ് ദുആ എന്നറിയോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവന്റെ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരുന്നതാ, സന്തോഷം തരുന്നതാ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഉണ്ടല്ലോ, ഫാത്തിമ ബീവിയുടെ കൈകളുണ്ടല്ലോ പൊട്ടുകയാ. പടച്ചവനെ ഗോതമ്പിങ്ങനെ ആട്ടിയിട്ട്, അരിയന്റെ പ്രിയപ്പെട്ടവരെ ആട്ടിയിട്ട് ഫാത്തിമ ബീവി പണിയെടുത്തിട്ട് ഫാത്തിമ ബീവിയുടെ കൈകളുണ്ടല്ലോ പൊട്ടുകയാ. പാവങ്ങളാ. അലിയാര് തങ്ങളെന്ന് പറയുന്നതാരാ? പുല്ല് തലയിൽ ചുമന്നുകൊണ്ട് മറ്റുള്ള വീടുകളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടു ചെന്നിട്ട് അല്ലാഹുവേ വിറ്റുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനാ അലിയാര് തങ്ങളതാ. ഫാത്തിമയോട് പറയുകയാ, നീ ചെന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിമയെ വിട്ടുതരുമല്ലോ. ഫാത്തിമ ബീവിയോട് അലിയാര് തങ്ങൾ പറയുകയാ, അടിമയെ റസൂലുള്ള വിട്ടുതരുമല്ലോ. അടിമയെ വിട്ടു തന്നാൽ നമ്മക്കതാ ജോലി ചെയ്യാനൊരു സഹായിയാകുമല്ലോ. ഫാത്തിമ ബീവി അതാ റസൂലുള്ളയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഇലാ ഹദ്റത്ത് റസൂലുള്ളയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. റസൂലുള്ളയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളയില്ല. റസൂലുള്ളയുടെ പ്രിയപ്പെട്ട പ്രിയതമയാകുന്ന ആയിഷ ബീവിയാ. ആയിഷ ബീവിയോട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഉണ്ടല്ലോ, പടച്ചവനെ കാര്യങ്ങൾ പറയുകയാ. ഒരടിമയെ വിട്ടുതരുമോ? ഒരടിമയെ മോചിപ്പിച്ചു തരുമോ? ഫാത്തിമ ബീവി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ റസൂലുള്ളയതാ
ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീവി റസൂലുള്ളയോട് കാര്യം പറയുകയാ. ഫാത്തിമയുണ്ടല്ലോ വന്നു റസൂലേ, വന്നു നബിയെ, ഒരടിമയെ മോചിപ്പിക്കുമോ എന്ന് ചോദിച്ചു നബിയെ. റസൂലുള്ളയതാ കിടക്കപ്പായിൽ നിന്ന് എണ്ണീക്കുകയാ. പാതിരാത്രിയുണ്ടല്ലോ, ഫാത്തിമയുടെ വീട്ടിലേക്ക് പടച്ചവരെ റസൂലുള്ള കടന്നു ചെല്ലുകയാ. റസൂലുള്ള കടന്നു ചെല്ലുമ്പോ ഫാത്തിമയുണ്ടല്ലോ വീടിന്റെ വാതില് തുറക്കുകയാ. അലിയാര് തങ്ങള് ഉറങ്ങുകയാ. ഫാത്തിമ ബീവിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവിയുണ്ടല്ലോ റസൂലുള്ളയോട് സങ്കടം പറയുകയാ. എന്റെ കൈകളതാ പൊട്ടി നബിയെ, എന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നു നബിയെ, എനിക്കതാ ഒരടിമയെ മോചിപ്പിക്കുമോ? ആ സമയത്ത് റസൂലുള്ള പറയുകയാ, ഇല്ല ഫാത്തിമ, നിനക്ക് അടിമയെ തരില്ല ഫാത്തിമോ, നീ കഷ്ടപ്പെടു ഫാത്തിമോ, അതിന് പകരം സ്വർഗമുണ്ടെന്ന് പറയുകയാ. എന്നിട്ടതാ റസൂലുള്ളയുണ്ടല്ലോ ഫാത്തിമ ബീവിക്ക് നസീഹത്ത് കൊടുക്കുകയാ. ഒരു വാപ്പയതാ സ്വന്തം മകൾ കൊണ്ടല്ലോ ക്ലാസ് എടുത്ത് കൊടുക്കുകയാ. റസൂലുള്ള ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയാ, നീയതാ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താൽ അതിനുള്ള പ്രതിഫലമുണ്ടല്ലോ, സ്വർഗത്തിലുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. നരകത്തിൽ നിന്ന് രക്ഷയുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ. എന്നിട്ടതാ റസൂലുള്ള പറയുകയാ, നിന്റെ ജീവിതത്തില് ഞാനൊരു നന്മ പറഞ്ഞു തരാം, ഒരു നന്മ നിനക്ക് പറഞ്ഞു തരാം. ആ നന്മയുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതാ. ആ നന്മ ചെയ്താൽ, ആ നന്മ അനുസരിച്ചാൽ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടല്ലോ അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. ഫാത്തിമ ബീവി പറയുകയാ, യാ റസൂലല്ലാഹ്, ഏതാണ് നബിയേ നന്മയുണ്ടല്ലോ, ഏതാണ് റസൂലേ? ആ സമയത്തതാ റസൂലുള്ള പറയുകയാ, എല്ലാ ദിവസം കിടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ 33 തവണ ചൊല്ലിയാൽ ഈ നന്മയുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരുന്നതോ, അവന്റെ ജീവിതത്തിൽ സന്തോഷം തരുന്നതാ, ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു തരുന്നതാ. ഫാത്തിമ ബീവി ചോദിക്കുമ്പോ റസൂലുള്ള പറയുകയാ, ഏതെന്നറിയോ, ഏതെന്നറിയോ, കിടക്കുന്നതിന് മുമ്പ് ജീവിതത്തിലതാ നീയതാ ചെയ്യേണ്ട നന്മ ഏതാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മഹനീയമാകുന്ന ദിക്റുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ കിടക്കുന്നതിന് മുമ്പ് 33 തവണ ചൊല്ലിയാൽ അവനതാ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു കൊടുക്കുന്നതാ, അല്ലാഹു തരുന്നതാ. ചരിത്രമതാ സാക്ഷ്യപ്പെടുത്തുകയാ, ചരിത്രമതാ രേഖപ്പെടുത്തുകയാ. പിന്നീട് ഒറ്റ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും ഉണ്ടല്ലോ ഈ പറയുന്ന ദിക്ർ ചൊല്ലാതെ കിടന്നിട്ടില്ലെന്ന് പറയുമ്പോ റസൂലുള്ള പറയുകയാ, ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിച്ചാൽ അവനതാ സ്വർഗത്തിലുണ്ടല്ലോ ജന്നാത്തുൽ ഫിർദൗസിലുണ്ടല്ലോ കടക്കുന്ന വിഭാഗമാ. നാദാ നിറഞ്ഞിരിക്കുന്ന സാധുക്കൾക്ക് അതിനുള്ള സൗഭാഗ്യങ്ങള് കൊടുക്കണേ അല്ലാ, കൊടുക്കണേ റബ്ബേ, കൊടുക്കണേ റഹ്മാനേ. അതുകൊണ്ട് പറയാ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഈ പറയുന്ന ദിക്ർ 33 തവണ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു കൊടുക്കുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടാനുള്ള ഒന്നാമത്തെ നന്മ എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക. ഒരു നന്മ കേട്ടാൽ അത് ജീവിതത്തിൽ ചെയ്യാനുള്ള ഒരു അലച്ച കാണിക്കുക. അപ്പം എന്ത് ചെയ്യണം? ഇന്നിവിടെ ഒരു നന്മ പറഞ്ഞു തന്നാൽ അതെന്ത് ചെയ്യണം? നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പഠിക്കണം. അല്ലാഹു ഈ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം നാളെ മുതൽ ചെല്ലൂലേ സുബ്ഹാനല്ലാഹ് 33 ചെല്ലൂലേ, ചെല്ലൂലേ,
അൽഹംദുലില്ലാ 33 ചെല്ലൂലേ? അല്ലാഹു അക്ബർ 33 ചെല്ലിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കും. ചെല്ലിയില്ലെങ്കിൽ നരകമെന്ന് പറയുന്ന ഏറ്റവും വലിയ അദാബ് ചിലപ്പോൾ അള്ളാഹു നമുക്ക് നൽകാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ നമ്മുടെ വിചാരമുണ്ട് എന്തെന്നറിയോ, നിസ്കാരത്തരമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ചില ആളുകൾക്കൊരു വിചാരമുണ്ട്. ചില ആളുകൾ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനിട്ട് ഒരക്കോ പടച്ചവനെ ഓന് നിസ്കാരത്തരമ്പ് വന്നല്ലോ റബ്ബേ, എനിക്ക് വന്നില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കണ ചില ചങ്ങാതിമാരുണ്ട്. മോനെ അവിടെ എത്ര നിസ്കരിച്ചാലും ചിലപ്പോൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. ഒരു ചെറിയ നന്മ കൊണ്ടായിരിക്കും ചിലപ്പോൾ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ, നന്മയൂലേ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 33. ഇത് നിസ്കാരത്തിന് ശേഷം ഞാനും നിങ്ങളൊക്കെ ചൊല്ലണ ഒരു ദിക്റും കൂടിയാ. പക്ഷെ നിസ്കരിച്ചാൽ മാത്രമേ ചൊല്ലാൻ കഴിയൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ നന്മകൾ അധികരിപ്പിച്ചാൽ അവരെൻ്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നന്മ ചെയ്യൂലേ, നന്മ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്.